രാഷ്ട്രപതിക്കെതിരെ അസാധാരണ നീക്കവുമായി കേരളം. ബില്ലുകൾ വൈകുന്നതിൽ രാഷ്ട്രപതിക്കെതിരെ കേരളം സുപ്രീം കോടതിയിൽ ഹർജി നൽകി. കേസിൽ രാഷ്ട്രപതിയുടെ ഓഫീസിനെ കക്ഷി ചേർക്കാനാണ് കേരളത്തിന്റെ തീരുമാനം. ഗവർണറാണ് ഹർജിയിലെ എതിർകക്ഷി. ശ്യാം ദേവരാജ് ഒപ്പം തന്നെ അല്ല മീനും വിവരങ്ങളുമായി. ആദ്യം ശ്യാം ദേവരാജിലേക്ക്. ശ്യാം, അസാധാരണ നീക്കമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നടത്തിയിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ രാഷ്ട്രപതിയെ തന്നെ രാഷ്ട്രപതിക്കെതിരെയുള്ള ഒരു ഹർജിയായി പോയിരിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിന്റെ ഭരണപരമായ കാര്യങ്ങൾ സ്തംഭനാവസ്ഥയിൽ എന്നുള്ള വിഷയം പലതവണ കേരളം ഉന്നയിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഗവർണർ ചെയ്ത കാര്യങ്ങളുടെ തുടർച്ചയായി ഇപ്പോൾ അതിന്മേൽ ഫയലുകളിൽ മേൽ ഇപ്പോൾ രാഷ്ട്രപതി ഭവനും അടയിരിക്കുന്നു എന്നുള്ളതാണോ ഈ ഹർജിയിൽ പ്രധാനമായും പറയുന്നത്? എന്താണ് ഈ എതിർകക്ഷിയാക്കിക്കൊണ്ടുള്ള നീക്കത്തിൽ കേരളത്തിന്റെ വാദം? സ്മൃതി, ഇതൊരു അസാധാരണമായ നീക്കമാണ്. കാരണം സാധാരണ രാഷ്ട്രപതിയുടെ പറഞ്ഞോളൂ ശ്യാം. രാഷ്ട്രപതി ഭവൻ അത്തരമൊരു തീരുമാനം എടുത്തിട്ടില്ല എങ്കിൽ ആ ബില്ലുകൾ ജീവനില്ലാത്ത ബില്ലുകളായി മാറുകയും ചെയ്യും. കാരണം അതൊരു കാര്യമില്ലാത്ത നിയമനിർമ്മാണമായി മാറുകയും ചെയ്യും. പക്ഷേ ഇതാദ്യമായാണ് ഒരുപക്ഷെ കേരളം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. അത് പ്രത്യേകിച്ച് ബില്ലുകളിന്മേൽ തീരുമാനമെടുക്കാൻ വൈകുന്ന രാഷ്ട്രപതിയുടെ നിലപാടിനെതിരെ. രാഷ്ട്രപതിയെ നേരിട്ട് ഈ ഹർജിയിൽ കക്ഷി ചേർക്കാനാവില്ല. പക്ഷേ രാഷ്ട്രപതി ഭവനിലെ രാഷ്ട്രപതിയുടെ സെക്രട്ടറിയാണ് ഇതിൽ ഈ ഹർജിയിൽ കേരളം എതിർകക്ഷിയാക്കിയിരിക്കുന്നതും. ഇതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ച 7 ബില്ലുകൾ നേരത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാഷ്ട്രപതിക്ക് അയച്ചിരുന്നു. ഈ ബില്ലുകൾ അയച്ച നടപടി റദ്ദാക്കണം എന്നതാണ് ഒന്നാമത്തെ ആവശ്യം. രണ്ടാമത്തേത്, ഇങ്ങനെ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ച നടപടി ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കണം. മൂന്നാമത്തേത്, ഈ ബില്ലുകളിന്മേൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതി വൈകുകയാണ്. ഈ തീരുമാനമെടുക്കാൻ വൈകുന്ന നടപടി ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഹർജിയിൽ കേരളം ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നത്. 7 ബില്ലുകളിലാണ് രാഷ്ട്രപതി ഇനി തീരുമാനമെടുക്കാനുള്ളത്. ഇതിൽ 7-ൽ 5ഉം സർവകലാശാല നിയമ ഭേദഗതികളാണ്. പ്രത്യേകിച്ചും 5 സർവകലാശാലകളിലെ വൈസ് ചാൻസലർ പദവിയിൽ നിന്നും ഗവർണറെ മാറ്റുന്ന തീരുമാനമാണ് ഏറ്റവും പ്രധാനം. മറ്റൊന്ന് ലോകായുക്ത നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ളവയാണ്. ഇക്കാര്യങ്ങളിൽ തീരുമാനമെടുത്തിട്ടില്ല. ഇത് തീരുമാനമെടുക്കാതിരിക്കുന്നത് ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ നീതി നടപ്പാക്കുന്നതിന് അല്ലെങ്കിൽ ക്ഷേമ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ അടക്കം ബാധിക്കുന്നുണ്ട് എന്നതാണ് ഈ ഹർജിയിൽ കേരളം ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നത്. മാത്രമല്ല, ഈ ബില്ലുകളിന്മേൽ തീരുമാനമെടുക്കാൻ വൈകേണ്ട കാര്യമില്ല. കാരണം ഇത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ ബാധിക്കുന്ന, ഏതെങ്കിലും രീതിയിൽ ദോഷകരമായി ബാധിക്കുന്ന അല്ലെങ്കിൽ അതിനെ ബാധിക്കുന്ന ആ വിഷയങ്ങളെ പരാമർശിക്കുന്നതായ എന്തെങ്കിലും ഒരു കാര്യം ഈ ബില്ലുകളിൽ ഇല്ല. ഇത് സമ്പൂർണമായും സംസ്ഥാനത്തിന്റെ മാത്രം വിഷയമാണ്. കേന്ദ്രവുമായി എന്തെങ്കിലും തർക്കമുള്ള നിയമവിഷയം വന്നാൽ മാത്രമേ രാഷ്ട്രപതി ഇത്തരം ബില്ലുകൾ തീരുമാനമെടുക്കാതെ വൈകിപ്പിക്കേണ്ടതുള്ളൂ, അല്ലെങ്കിൽ എടുക്കാതിരിക്കേണ്ടതുള്ളൂ. പക്ഷേ ഇതിൽ തീരുമാനമെടുക്കാൻ വൈകേണ്ട കാര്യമില്ല. എത്രയും വേഗം എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഭരണഘടനയുടെ പട്ടിക അനുസരിച്ച് സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ പരിധിയിൽ വരുന്ന വിഷയങ്ങളിലാണ് ഈ നിയമങ്ങൾ സംസ്ഥാനം തയ്യാറാക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗവർണർ രാഷ്ട്രപതിക്ക് വിട്ട 7 ബില്ലുകളിന്മേൽ അടിയന്തരമായി തീരുമാനമെടുക്കണം എന്നതാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി നൽകിയ ഈ ഹർജിയിൽ ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. മറ്റൊരു കാര്യം, ഗവർണറെ കുറിച്ച് പറയുന്നത്, ഈ ഹർജിയിൽ പറയുന്നത്, ഗവർണർ നേരത്തെ 2 വർഷം വരെ തടഞ്ഞു വിട്ട ബില്ലുകളുണ്ട്. ആ ബില്ലുകൾ ഉൾപ്പെടെയാണ്, അതിന്മേലാണ് 7 ബില്ലുകൾ ഇപ്പോഴും രാഷ്ട്രപതിയുടെ പരിഗണനയിലുള്ളത്. ആ രാഷ്ട്രപതിയുടെ പരിഗണനയിലുള്ള ബില്ലുകളിന്മേൽ അടിയന്തരമായി തീരുമാനമെടുക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ സംസ്ഥാന നിർമ്മാണ സഭ നിർമ്മിച്ച ഈ നിയമങ്ങൾ അസാധുവാകും. ആ നിയമനിർമ്മാണത്തിൽ ഫലപ്രാപ്തി ഇല്ലാതെയാകും, കാര്യമില്ലാതെയാകും. അതുകൊണ്ട് തന്നെ അത് ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നതിന് അല്ലെങ്കിൽ ജനസേവന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി ആ ബില്ലുകളിന്മേൽ എത്രയും വേഗം രാഷ്ട്രപതി തീരുമാനമെടുക്കുകയാണ് വേണ്ടത്. അതിന് രാഷ്ട്രപതി ഭവനിലെ രാഷ്ട്രപതി സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകണം എന്ന ആവശ്യവും, ഒപ്പം ഈ ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ വൈകുന്ന നടപടി
നിയമവിരുദ്ധമാണ്. എടുക്കാൻ വൈകുന്ന നടപടി നിയമവിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യണം എന്നുമാണ് കേരളം ആവശ്യപ്പെടുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഗവർണറുടെ നടപടി ചോദ്യം ചെയ്ത ഒരു ഹർജി കേരളം നേരത്തെ തന്നെ സുപ്രീം കോടതിയിൽ നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരം ഒരു അപേക്ഷ കൂടി, പ്രത്യേകമായ ഒരു ഹർജി കൂടി സുപ്രീം കോടതിയിൽ കേരളം നൽകിയിരിക്കുന്നത്. നേരത്തെ തമിഴ്നാട് ഗവർണറുടെ അവസ്ഥ നമുക്ക് ഇതുപോലെ തന്നെ അറിയാം. സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നതിന് തൊട്ടു പിന്നാലെയാണ് തമിഴ്നാട് ഗവർണർ തമിഴ്നാട് തടഞ്ഞുവെച്ച ബില്ലുകളിന്മേൽ നേരത്തെ തീരുമാനമെടുത്തത്. ഇവിടെ കഴിഞ്ഞ തവണ സുപ്രീം കോടതി ഈ ഹർജി പരിഗണിക്കുന്നതിന് തൊട്ട് തലേ ദിവസമാണ് ഈ ബില്ലുകൾ, ഏതാണ്ട് 11 ബില്ലുകൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാഷ്ട്രപതിക്ക് അയക്കുകയും ചെയ്തത്. ഇതൊരു അസാധാരണമായ 7 ബില്ലുകളിലാണ് തീരുമാനം കാത്തിരിക്കുന്നത് കേരളം. ആ 7 ബില്ലുകൾ എന്നുള്ളത് 2 വർഷത്തോളമാണ് ഇതിനകം വൈകിച്ചിരിക്കുന്നത്. ഈ ഹർജിയിൽ പ്രധാനമായും ഈ ബില്ലുകളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളുണ്ടോ? എല്ലാ ബില്ലുകളുടെയും, അതായത് 7 ബില്ലുകളുടെയും വിശദാംശങ്ങൾ അടക്കമാണ്, അതിന്റെ സിനോപ്സ് അടക്കമാണ്, ഉപസംഗ്രഹം അടക്കമാണ് സംസ്ഥാന സർക്കാർ ഹർജി നൽകിയിരിക്കുന്നത്. കാരണം ഇതിൽ സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഇതെല്ലാം സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ അധികാരത്തിന്റെ പരിധിയിൽ വരുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിയമം നിർമ്മിക്കാൻ സംസ്ഥാനത്തിനാണ് അധികാരം. ഏതെങ്കിലും ഒരു കേന്ദ്ര നിയമവുമായി ആശയക്കുഴപ്പത്തിലുള്ള നിയമമല്ല ഇത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിന്മേൽ സംസ്ഥാന ഗവർണർ നേരത്തെ ഇത് തീരുമാനം വൈകിപ്പിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. പക്ഷേ ഗവർണർ ഈ ബില്ലുകളിന്മേൽ തീരുമാനമെടുക്കുന്നത് ആദ്യം 2 വർഷത്തോളം വൈകിപ്പിച്ചു. തുടർന്ന് രാഷ്ട്രപതിക്ക് അയച്ചു. ഈ രാഷ്ട്രപതിക്ക് അയച്ച തീരുമാനം റദ്ദാക്കണം. രാഷ്ട്രപതി ഇതിന്മേൽ തീരുമാനമെടുക്കാൻ വൈകേണ്ട കാര്യമില്ല. കാരണം രാഷ്ട്രപതി ഇതിന്മേൽ തീരുമാനം എടുക്കാൻ സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു ബില്ലുകളിന്മേൽ തീരുമാനമെടുക്കാൻ വൈകുന്നത് അത് കേന്ദ്രത്തിന്റെ അധികാര പരിധിയിൽ വരുന്നതാണോ, അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ഏതെങ്കിലും നിയമവുമായി ഒരു തർക്കമുള്ളതാണോ എന്നടക്കമുള്ള വിഷയങ്ങളാണ് പരിശോധിക്കേണ്ടത്. പക്ഷേ ഭരണഘടന അനുസരിച്ച് ഇത് സമ്പൂർണ്ണമായും സംസ്ഥാനത്തിന്റെ അധികാര പരിധിയിൽ വരുന്ന വിഷയമാണ്. അതിലാണ് സംസ്ഥാന നിയമനിർമ്മാണ സഭ നിയമനിർമ്മാണം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ബില്ലുകൾ രാഷ്ട്രപതി തടഞ്ഞു വെക്കേണ്ട കാര്യമില്ല, തീരുമാനമെടുക്കാൻ വൈകേണ്ട കാര്യമില്ല. രാഷ്ട്രപതി എത്രയും വേഗം തീരുമാനമെടുക്കുകയാണ് വേണ്ടത്. സംസ്ഥാനത്തിന്റെ അധികാരങ്ങളെ മാനിച്ച് തീരുമാനമെടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ ബില്ലുകളിൽ തീരുമാനമെടുക്കാതെ, 7 ബില്ലുകളിൽ തീരുമാനമെടുക്കാതെ വൈകുന്ന നടപടി ഭരണഘടനാ വിരുദ്ധമാണ്. രാഷ്ട്രപതിയുടെ ബില്ലുകൾ തടഞ്ഞുവെച്ച നടപടിയടക്കം റദ്ദാക്കണം എന്നതാണ് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. ഹോളി അവധിക്ക് ശേഷമാണ് സുപ്രീം കോടതി ഈ ഹർജി, കേരളത്തിന്റെ ഹർജി പരിഗണിക്കുക. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ മുന്നിലാകും ഞാൻ അല്ലമീനിലേക്ക് കൂടി പോകുന്നു. അല്ലമീൻ, അസാധാരണ നീക്കമാണ് സംസ്ഥാനം നടത്തിയിരിക്കുന്നത്. 7 ബില്ലുകളിൽ അടയിരിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ രാഷ്ട്രപതിയുടെ സെക്രട്ടറിയെ കൂടി പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ളതാണ്, എതിർകക്ഷിയാക്കിക്കൊണ്ടുള്ള ഹർജിയാണ് കേരളം നൽകിയിരിക്കുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന പ്രതികരണം? അല്ലമീൻ, കേൾക്കാമോ? സ്മൃതി, കേൾക്കാം. ചോദ്യം ആവർത്തിക്കാവോ? സംസ്ഥാന സർക്കാർ ഒരു അസാധാരണ നീക്കമാണ് നടത്തിയിരിക്കുന്നത്. 7 ബില്ലുകളിലാണ് തീരുമാനം കാത്തിരിക്കുന്നത്. 2 വർഷമാവുകയും ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ടാണ് രാഷ്ട്രപതിയുടെ സെക്രട്ടറിയെ തന്നെ എതിർകക്ഷിയാക്കി ചേർത്തുകൊണ്ടൊരു ഹർജി? ഈ അസാധാരണ നീക്കത്തെ എങ്ങനെയാണ് സർക്കാർ വിശേഷിപ്പിക്കുന്നത്? സ്മൃതി, ബില്ലുകളുടെ കാര്യത്തിൽ തുടക്കം മുതൽ തന്നെ അസാധാരണത്വം നിറഞ്ഞു നിന്നത് നമ്മൾ കണ്ടതാണ്. നിയമസഭ, ഒരു തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭ, സംസ്ഥാനത്തെ നിയമസഭ ഒരു നിയമം പാസ്സാക്കുന്നു. അതിന് കാരണങ്ങളില്ലാതെ ഗവർണർ പിടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം. ഗവർണർക്കെതിരെ പലപ്പോഴും സർക്കാർ നിലപാട് എടുക്കുന്നു. അങ്ങനെ അവർ തമ്മിലൊരു പോരും മുറുകിയ സാഹചര്യത്തിലാണ് ഗവർണറുടെ ഭാഗത്തു നിന്നൊരു അനുകൂല നിലപാടുണ്ടാകില്ല എന്ന് ബോധ്യമായ സാഹചര്യത്തിൽ സർക്കാർ ഗവർണർക്കെതിരെ സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. അവിടെ പ്രതിരോധം തീർക്കുന്നതിന് ഉടനെ തന്നെ ഗവർണർ ഈ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അംഗീകരിച്ചുകൊണ്ടൊരു തിരിച്ചടി നൽകുന്നു. രാഷ്ട്രപതിയും കാരണം ബോധിപ്പിക്കാതെ ബില്ലുകൾ പിടിച്ചുവെച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് അസാധാരണമായ ഒരു നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുന്നത്. 2 രീതിയിലാണ് ഇതിനെ നോക്കിക്കാണേണ്ടത്. ഒന്ന്, ഈ ബില്ലുകൾ പാസ്സാക്കിയെടുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഗവർണറുടെയും രാഷ്ട്രപതിയുടെയും അധികാര പരിധികൾ സംബന്ധിച്ച് വിശദമായ ഒരു നിർവചനം വേണമെന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. ഈ ഒരു വിധി അത് സുപ്രീം കോടതി
അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ ഒരു വിധി എടുത്താലും ഒരു വിധി സ്വീകരിച്ചാൽ ഏത് തരത്തിലൊരു വിധി സുപ്രീം കോടതി ഈ വിഷയത്തിൽ സ്വീകരിച്ചാലും അത് കേരളത്തെ സംബന്ധിച്ച് മാത്രമല്ല രാജ്യത്തെല്ലായിടത്തും സുപ്രധാനമായ ഒരു നാഴികക്കല്ലായി ആ നിരീക്ഷണം സുപ്രീം കോടതി നിരീക്ഷണം മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത്തരത്തിൽ ഒരു ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സഭ സംസ്ഥാനത്തിന്റെ സാഹചര്യം മനസ്സിലാക്കി ഒരു നിയമം പാസ്സാക്കുമ്പോൾ അത് എന്തുകൊണ്ട് പിടിച്ചുവെക്കപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി സർക്കാർ ഉന്നയിക്കുന്നത്. ഇതിൽ ജയപരാജയങ്ങൾക്കപ്പുറത്തേക്കുള്ള ഒരു മാനമാണ് സർക്കാർ ഈ വിഷയത്തിൽ കാണുന്നതും. കാരണം ഈ വിഷയത്തിൽ ഉടനടി സുപ്രീം കോടതി ഒരു വിധി പറയുകയോ ഒരു നിലപാട് പറയുകയോ ചെയ്യില്ല എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഗഹനമായിട്ടുള്ള ചർച്ചകളും വിശദമായിട്ടുള്ള വിലയിരുത്തലുകൾക്കും നിയമോപദേശങ്ങൾക്കും ശേഷം തന്നെയാണ് രാഷ്ട്രപതിക്കെതിരെ സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. രാഷ്ട്രപതിയല്ല, രാഷ്ട്രപതിയുടെ സെക്രട്ടറിയാണ് സാങ്കേതികമായി ഈ വിഷയത്തിൽ കക്ഷി ചേർത്തിരിക്കുന്നത്. സംസ്ഥാന ഗവർണറും ഇക്കാര്യത്തിൽ കക്ഷി ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ എന്ത് നിലപാട് സുപ്രീം കോടതി സ്വീകരിക്കുമെന്നുള്ളത് ഏറെ നിർണായകമാണ്. പ്രത്യേകിച്ച് ഈ പിടിച്ചുവെക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഒപ്പിടാനുള്ള ബില്ലുകളിൽ പലതും സർവകലാശാലകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഈ വിഷയത്തിൽ ഒരു സർക്കാർ നിയമം പാസ്സാക്കിയെങ്കിലും അത് നിയമമാകാത്തത് കൊണ്ട് തന്നെ ഗവർണറോ രാഷ്ട്രപതിയോ അതിൽ ഒപ്പിടാത്തത് കൊണ്ട് തന്നെ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നട്ടം തിരിയുന്നൊരു സാഹചര്യമുണ്ട്. സർക്കാർ ഒരു നിലപാട് സ്വീകരിക്കുന്നു, അതിനപ്പുറത്തേക്ക് ഗവർണർ മറ്റൊരു നിലപാട് സ്വീകരിക്കുന്നു, അതിനെ തുടർന്നുള്ള നിയമപോരാട്ടം കോടതിയിൽ ഒരു ഭാഗത്ത് നടക്കുന്നു. അങ്ങനെ കലങ്ങി മറിഞ്ഞൊരു സാഹചര്യം ഈ വിഷയത്തിലുണ്ട്. അത് ഇനിയും ആ വിധത്തിൽ അംഗീകരിച്ചു നൽകാനാകില്ല. ഏതായാലും ഈ വിഷയത്തിൽ ഒരു വ്യക്തത വേണം, തെളിവ് വേണമെന്ന ഒരു കൃത്യത വേണമെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുന്നത്. ഫെഡറൽ സംവിധാനമാകെ തകർക്കുന്ന നിലപാട് കേന്ദ്രം എടുക്കുന്നു എന്ന വിമർശനങ്ങൾക്കിടെ കൂടിയാണ് ഗവർണർമാർക്കെതിരെ സുപ്രീം കോടതി കടുത്ത നിലപാടും പ്രതികരണങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ വിധികളിൽ പ്രതികരിച്ച സാഹചര്യം കൂടിയുണ്ട് ഇപ്പോൾ.